നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൂചനകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില രഹസ്യങ്ങൾ അറിയിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഇതൊരു ദൈവ നിശ്ചയമായി തന്നെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അത് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമതകൾ, പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് വാസ്തവമാണ്. ധനപരമായ പ്രയാസങ്ങളിൽ പോലും അകപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു മാറ്റം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഈ സമയം എത്ര തന്നെ ശ്രമിച്ചിട്ടും നടക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ടതായ കാര്യം, എത്ര തന്നെ വിഷമങ്ങളിലാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ്. ശരിയായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം ചില അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് അർത്ഥമാക്കാം. ഇവിടെ തീർച്ചയായും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത്. ഇവിടെ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യം തന്നെയാണ്. തന്നിരിക്കുന്നതായ ഈ രണ്ട് വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കണ്ണുകൾ അടച്ച് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിക്കണം. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ക്ഷേത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളതായ ക്ഷേത്രമോ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും പതുക്കെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷമം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കാൽപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സഹനശക്തിയുടെ പരമാവധി വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളിലും ത്യാഗം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമതകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അത് ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത് മറികടന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു കഴിവ്, അത് ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല രീതിയിലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഈശ്വരൻ
നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ചില ശക്തികൾ, ആയുധം, അതിൽ ഒന്ന് തന്നെയാണ് പല കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ കഴിവ്. ഈ സമയം പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നത് വാസ്തവമാണ്. എന്നാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളെ പോരാടി അല്ലെങ്കിൽ തീർച്ചയായും ശ്രമങ്ങളിലൂടെ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവർ തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വളരെയധികം വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമതകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ സാഹചര്യമുണ്ട്. മനോവിഷമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന സാഹചര്യം. പല കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് പറയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ചില മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഭാഗ്യാനുഭവങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും അതിനോട് പടവെട്ടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ, രക്ഷ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തീർച്ചയായും ഒരു ഓർമ്മപ്പെടുത്തലായി തന്നെ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചില അനുകൂല കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ, ചിന്തകളുണ്ട്. അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അപ്രതീക്ഷിതമായ കാര്യങ്ങളിലൂടെ ആ കാര്യം നടക്കുവാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ വഴികളോ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു നൽകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ ആവശ്യങ്ങളുണ്ട് എങ്കിൽ അത് നിറവേറ്റപ്പെടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ അത് സഹായങ്ങളാകാം. നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സഹായങ്ങൾ കൈത്താങ്ങായി പലരും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഈശ്വരാധീനം നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപിലുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും മനസ്സിൽ ഒരു തോന്നലായി വരാം. ആ കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയോ ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്യും. അത് കൃത്യമായി നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം തർക്കത്തിനല്ല, ചിന്തകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തീവ്രമായി തന്നെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് നടന്നു കിട്ടുവാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ചില ശുഭകാര്യങ്ങൾ
കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ കൂടിയാണ്. അപ്പോൾ പോസിറ്റീവായ ഊർജം അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. രണ്ടാമത്തെ ക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ എടുത്തു പറയുവാൻ സാധിക്കുന്നതായ കാര്യം, ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. ഈ കഷ്ടപ്പാടുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അത് കൃത്യമായി നോക്കുകയാണ് എങ്കിൽ ധനസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. മറ്റൊരു വിഷമകരമായ കാര്യം മാനസികവും ശാരീരികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന വിഷമകരമായ സാഹചര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളും നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഇത് നിങ്ങൾക്ക് ദോഷമായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് കഷ്ടകാലം അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പലരും സഹായിക്കാനില്ല എന്നൊരു തോന്നൽ, ആ ബോധ്യം, ആ സത്യം നിങ്ങളെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. മനസാക്ഷി കൊണ്ട് പലപ്പോഴും പലരെയും നിങ്ങൾ സഹായിച്ചിട്ടുള്ളവരാണ്. അത് ധനപരമാണ് എങ്കിലും ഒരു വ്യക്തിയായി നിലകൊണ്ടുകൊണ്ട് പലപ്പോഴും പിന്തുണയാലും മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ശാരീരികവും മാനസികവുമായി തീർച്ചയായും, അതായത് മാനസികപരമായി പിന്തുണ നൽകി മുന്നോട്ട് പോയിരുന്നവരാണ് നിങ്ങൾ. എന്നാൽ കഷ്ടതകൾ ഉണ്ടായപ്പോൾ ആരുമില്ല എന്നത് വാസ്തവമാണ്. പലരും കൈയൊഴിഞ്ഞ ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് പലപ്പോഴും പലരും പരിഗണന നൽകാത്തതായ ഒരു സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും അത് കൃത്യമായി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും സാധിക്കില്ല എന്ന് മറ്റുള്ളവർ തന്നെ വിധി എഴുതിയതായ സാഹചര്യമുണ്ട്. ഈ സമയം തൊഴിൽ സംബന്ധമായി നോക്കുകയാണ് എങ്കിലും പലവിധ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു അവബോധം പലരും പകർന്നു നൽകുന്നില്ല എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു ദുരവസ്ഥ നിങ്ങളെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം കടം വാങ്ങി പോലും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ, പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്രകാരം ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കും എന്ന ധാരണയിൽ മുന്നോട്ട് പോയാൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യവുമുണ്ട്. അത് ഈശ്വരാധീനത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും വിപരീതമായ ഫലങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളെയും പോസിറ്റീവായി തന്നെ കാണുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്ക് പ്രതികൂലമായി പോലും ഉരുത്തിരിയുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പലപ്പോഴും യാതൊരു ബന്ധമില്ലാത്ത ചില വ്യക്തികൾ പോലും നിങ്ങളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ഈ സമയം ആത്മബന്ധം നിങ്ങളിൽ വളരുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. ഈ സമയം പ്രാരാബ്ധങ്ങളെ തരണം ചെയ്യുവാൻ, അതായത് ഏറ്റെടുത്ത് ആ വിഷമകരമായ സന്ധിയെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശാരീരികമായ കഷ്ടതകളുണ്ട്. പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയമോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സഹായത്താലോ സാധിച്ചെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാം എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന പല ചിന്തകളും പ്രവൃത്തികളും സംഭവിക്കാം എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനം, തീർത്ഥാടന യാത്രകൾ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ പലപ്പോഴും പല അവസരങ്ങൾ കടന്നു വരികയും അതിൽ പലതും നഷ്ടമായി പോയല്ലോ എന്ന വിഷമവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ അനുഭവങ്ങൾ, അതായത് ചില വിഷമകരമായ അനുഭവങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നീക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഈ സമയം ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിശ്ചയമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ സംശയങ്ങളെ പോലും ദൂരീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങൂ.